നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മനുഷ്യാസ്ഥികൂടം എന്ന് പറയുന്ന ഭാഗമാണ്. PYQ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് പല രീതിയിൽ ചോദിച്ചിട്ട് കാണുന്നുണ്ട്. നമ്മൾ മാച്ച് ദ ഫോളോയിങ്, അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ മനുഷ്യാസ്ഥികൂടത്തിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ, അങ്ങനെ പല രീതിയിലും ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഭാഗം നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. മനുഷ്യാസ്ഥികൂടത്തിനെ അല്ലെങ്കിൽ ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റത്തിനെ രണ്ടായിട്ട് തരംതിരിക്കാം. മെയിൻ ആയിട്ട് അക്ഷാസ്ഥികൂടം അല്ലെങ്കിൽ ആക്സിയൽ സ്കെലിട്ടൺ, രണ്ടാമത്തേത് അനുബന്ധാസ്ഥികൂടം അല്ലെങ്കിൽ അപ്പെൻഡിക്കുലാർ സ്കെലിട്ടൺ. ആക്സിയൽ അക്ഷം, ഒരു സെന്റർ ഭാഗത്ത് നിന്നാണല്ലേ ആ ഒരു വേർഡിന്റെ അർത്ഥം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗങ്ങളിൽ വരുന്ന അസ്ഥികളെയാണ് എന്ത് പറയുന്നത്, അക്ഷാസ്ഥികൂടത്തിൽ പെടുത്തിയിരിക്കുന്നത്. ഏതൊക്കെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ തലയോട്, പിന്നെ നമ്മുടെ മാറലിന്റെ രണ്ട് ഭാഗത്തായി കാണപ്പെടുന്ന വാരിയെല്ലുകൾ, പിന്നെ അതുപോലെ നമ്മുടെ നട്ടെല്ല്. ഈ 4 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും അക്ഷാസ്ഥികൂടത്തിൽ വരുന്നത്. ഏതൊക്കെയാണ്? തലയോട്ടിലെ അസ്ഥികള്, മാറല്, വാരിയെല്ലിലെ അസ്ഥികള്, അതേപോലെ നട്ടെല്ലിലെ അസ്ഥികള്. തലയോടിൽ ആകെ മൊത്തം 29 അസ്ഥികളാണുള്ളത്. മാറൽ എന്ന് പറയുന്നത് ഒരേ ഒരു അസ്ഥിയാണ് മാറലിനുള്ളത്. നോക്കൂ, നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ ഒരേ ഒരു മാറല്. പിന്നെ അതിന് ചുറ്റുമായിട്ട് കാണുന്ന, അതിന്റെ രണ്ട് സൈഡിലായിട്ട് കാണുന്ന വാരിയെല്ലുകൾ, 24 വാരിയെല്ലുകൾ, അതായത് 12 ജോഡി വാരിയെല്ലുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. പിന്നെ നമ്മുടെ ഈ നടുഭാഗത്ത് കാണുന്ന നട്ടെല്ല്, 26 അസ്ഥികളാണ് നട്ടെല്ലിലുള്ളത്. അപ്പൊ ഈ ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അക്ഷാസ്ഥികൂടം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശരീരത്തിന്റെ കേന്ദ്ര അക്ഷത്തിൽ കാണപ്പെടുന്ന അസ്ഥികളാണ് എന്ത്, ഈ ആക്സിയൽ സ്കെലിറ്റൽ അല്ലെങ്കിൽ അക്ഷാസ്ഥികൂടം. ഏതൊക്കെയാണ്? തലയോട്ടില് 29, ഒരേ ഒരു മാറല്, വാരിയെല്ലുകൾ 12 ജോഡി 24 എണ്ണം, നട്ടെല്ല് 26 അസ്ഥികളും കാണപ്പെടുന്നു. ഇനി അനുബന്ധ അസ്ഥികൂടം, അനുബന്ധം കണക്ട് ചെയ്തിട്ടല്ലേ, അതായത് ഈ അക്ഷാസ്ഥികൂടത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന അസ്ഥികളാണ് എന്ത്, അനുബന്ധ അസ്ഥികൂടം അല്ലെങ്കിൽ അപ്പെൻഡിക്കുലാർ സ്കെലിട്ടൺ. കേന്ദ്ര അക്ഷത്തിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന അസ്ഥികളെ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് എന്ത്, അനുബന്ധ അസ്ഥികൂടം. ഏതൊക്കെയായിരിക്കും? നമ്മൾ ഈ തോളിന്റെ ഭാഗത്ത് വരുന്ന അസ്ഥികൾ എത്ര ഉണ്ട്? തോൾ വലയം 4 അസ്ഥികളാണ് തോൾ വലയത്തിൽ കാണുന്നത്, 2 എണ്ണം ഈ ഭാഗത്തും 2 എണ്ണം ഈ ഭാഗത്തും. ഇനി അടുത്തത് ശ്രോണി വലയം, നമ്മുടെ ഇടുപ്പിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന അസ്ഥികൾ. ഈ ഒരു ഭാഗത്തൊന്ന്, ഇവിടെയും ഒന്ന്, ടോട്ടൽ 2 ശ്രോണി വലയം. അതേപോലെ കാലുകൾ എത്ര എണ്ണം ഉണ്ട്? കാലുകളിൽ 30 അസ്ഥികളാണുള്ളത്, ഓരോ സൈഡിലും 30 എണ്ണം. സോ ടോട്ടലി 60 അസ്ഥികളാണ് നമ്മുടെ കാലില് മൊത്തമായിട്ടുള്ളത്. അതുപോലെ തന്നെ കൈകളിലും 30 അസ്ഥികളാണ് കാണപ്പെടുന്നത്, ഓരോ സൈഡിലും 30 60 അസ്ഥികളാണ് എവിടെ കാണുന്നത്, നമ്മുടെ കൈകളിൽ കാണുന്നത്. അപ്പം 29 തലയോട്, ഒരു മാറല്, 24 വാരിയെല്ലുകൾ, 26 നട്ടെല്ല്, ശ്രോണി വലയം 2, തോൾ വലയം 4, കൈകൾ 60, കാലുകൾ 60. ടോട്ടൽ എത്ര എണ്ണമായി? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ. 206 അസ്ഥികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമന്റെ ശരീരത്തിൽ 206 അസ്ഥികളാണ് കാണപ്പെടുന്നത്. കുട്ടികളിൽ ഇതിന്റെ കൗണ്ട് കുറച്ച് കൂടും, 300-ൽ കൂടുതൽ അസ്ഥികളാണ് കുട്ടികളിൽ കാണപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിക്കുക, വരാനുള്ള ചാൻസ് കൂടുതലാണ്, എളുപ്പത്തിൽ മാർക്ക് കിട്ടാനും കഴിയും.